ഹായ് എവ്രി വൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. നമ്മൾ നമ്മുടെ 5th സെമസ്റ്ററിലെ ഓപ്പൺ കോഴ്സ് ആയിട്ടുള്ള ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 40 ചോദ്യങ്ങൾ മാത്രമാണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു 40 ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ തന്നെ കുറച്ച് ലൈഫ് സ്കില്ലിലെ ടേംസിനെ കുറിച്ചും നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈഫ് സ്കില്ലിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. ദെൻ കഴിഞ്ഞ വർഷത്തെയും കൂടി ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ MCQയിൽ ആദ്യത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് ഡിഫൈൻഡ് ബൈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആസ് ദി എബിലിറ്റീസ് ഫോർ അഡാപ്റ്റീവ് ആൻഡ് പോസിറ്റീവ് ബിഹേവിയർ ദാറ്റ് എനേബിൾ ഇൻഡിവിജ്വൽസ് ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ദ ഡിമാൻഡ് ആൻഡ് ചാലഞ്ചസ് ഓഫ് എവറിഡേ ലൈഫ്. അതായത് നമ്മുടെ ബിഹേവിയറിൽ, ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ബിഹേവിയറിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അഡാപ്റ്റീവ് സ്കില്ലും നമ്മുടെ പോസിറ്റീവ് ബിഹേവിയറും നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളെ മറികടക്കാനൊക്കെ നമുക്ക് സാധിക്കുമല്ലോ, ഡീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ പറയുന്നത്? ലൈഫ് സ്കിൽ എന്നാണ്. ലൈഫ് സ്കിൽ നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാതരം പ്രശ്നങ്ങളെയും നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ചോദ്യം, ഹൗ മെനി ലൈഫ് സ്കിൽസ് ആൻഡ് സ്ട്രാറ്റജീസ് ആർ ലിസ്റ്റഡ് ബൈ ദ യൂണിസെഫ് ആൻഡ് യുനെസ്കോ ആൻഡ് WHO? ഈ എന്താ പറയുക, ഓർഗനൈസേഷൻസിലൂടെ എല്ലാം തന്നെ എത്ര ലൈഫ് സ്കിൽ ആൻഡ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആണ് വന്നിട്ടുള്ളത്? 10 ആണ് ആൻസർ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കോർ ലൈഫ് സ്കിൽ ലിസ്റ്റഡ് ബൈ യൂണിസെഫ് ആൻഡ് യുനെസ്കോ ആൻഡ് WHO? ഇതിലൊന്നും പറഞ്ഞിട്ടില്ലാത്ത, അതായത് കോർ ലൈഫ് സ്കില്ലിൽ ഉൾപ്പെടാത്തത് ഏത്? ക്രിട്ടിക്കൽ കെയർ ആണ് ഉൾപ്പെടാത്തത്. Okay, then which of the following is not included the core skills listed by the UNICEF, UNESCO and WHO? വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇൻട്രാപേഴ്സണൽ സ്റ്റെബിലിറ്റി ആണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ക്രിട്ടിക്കൽ കെയറും ഇൻട്രാപേഴ്സണൽ സ്റ്റെബിലിറ്റിയും ഉൾപ്പെടുന്നില്ല. അതേപോലെ വീണ്ടും ഒരെണ്ണം ഉൾപ്പെടാത്തത് ചോദിച്ചിരിക്കുകയാണ്, ചാരിറ്റിയും ഉൾപ്പെടുന്നില്ല. അപ്പോൾ ചാരിറ്റി, ഇൻട്രാപേഴ്സണൽ, ക്രിട്ടിക്കൽ കെയർ ഇതൊന്നും കോർ സ്കില്ലുകളിൽ ഉൾപ്പെടാത്തതാണ് കേട്ടോ. ആറാമത്തെ ചോദ്യം, വാട്ട് റെഫേഴ്സ് ടു സ്കിൽസ് ടു ഇൻക്രീസ് ദ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ സോ ദാറ്റ് ദ ഇൻഡിവിജ്വൽ ബിലീവ് ദാറ്റ് ദേ ക്യാൻ മേക്ക് എ ഡിഫറൻസ് ഇൻ ദ വേൾഡ് ആൻഡ് എഫക്ട് ചേഞ്ച്? അതായത് ഇതിലിപ്പോൾ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നൊരു വേർഡ് നിങ്ങൾ കണ്ടില്ലേ? അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് നമ്മുടെ കൺട്രോളിലാണ്. ബിലീവ് ഇൻ ദാറ്റ് യുവർ ലൈഫ് ഇസ് കൺട്രോൾഡ് ബൈ യുവർ ഓൺ ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ്. അതായത് നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസിലോ ഡിസിഷൻസിലോ ആണ് നിങ്ങളുടെ ലൈഫ് കൺട്രോൾ ചെയ്തിരിക്കുന്നത് എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് അർത്ഥമാക്കുന്നത് ഏതൊരു സ്കില്ലാണ് നിങ്ങളുടെ പ്രോബ്ലംസൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക സോൾവ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്, ഏത് സ്കില്ലാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ കോപ്പിംഗ് ആൻഡ് സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു ബി ഏബിൾ ടു ഡിസൈഡ് വാട്ട് ഹി ഓർ ഷീ വാണ്ട്സ് ഹിസ് ലൈഫ്? അതായത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഏതൊരു എബിലിറ്റിയാണ് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കഴിവ്? ഡിസിഷൻ മേക്കിംഗ് ആണ്. വാട്ട് ഈസ് ദ പ്രോസസ് വേർ ബൈ ഇൻഫോർമേഷൻ ഇസ് എൻക്ലോസ്ഡ് ഇൻ എ പാക്കേജ് ആൻഡ് ഇസ് ചാനൽഡ് ആൻഡ് ഇമ്പാർട്ടഡ് ബൈ ദ സെൻഡർ ടു എ റിസീവർ? അതായത് ഒരു ഇൻഫോർമേഷൻ നമ്മളിങ്ങനെ എൻക്ലോസ് ചെയ്തിട്ട് ഒരു ചാനൽ വഴി സെൻഡർ റിസീവർക്ക് ഒരു മീഡിയം ത്രൂ അയച്ചു കൊടുക്കുന്നു. ഇതിനെ പറയുന്ന പേര് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കോമ്പണൻറ്റ് ഓഫ് മെസ്സേജ്? മെസ്സേജിൻ്റെ കോമ്പണൻ്റ് അല്ലാത്തത് ഇവാലുവേഷൻ ആണ്. വിച്ച് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ ദ 5 സെൻസ് ഓഫ് സൈറ്റ്, സൗണ്ട്, ടച്ച്, സ്മെൽ, ടേസ്റ്റ്? ഇതെല്ലാം നമ്മൾ എന്തൊരു കമ്മ്യൂണിക്കേഷൻ ചാനലായിട്ടാണ് പറയാറുള്ളത്? സെൻസറി. ഓക്കെ, then which channels are the chosen methods of disseminating information, face-to-face communication and printed materials and electronic media? ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ചാനൽസ് ആയിട്ടാണ് പറയപ്പെടുന്നത്. What refers to the form of communication in which message is transmitted verbally? നമ്മൾ എന്താ പറയുക, നമ്മൾ മെസ്സേജസ് എല്ലാം തന്നെ നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് നമ്മൾ വായ കൊണ്ട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എഴുതിയിട്ടോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നതിൽ ഒരു തെറ്റുണ്ട്. അതായത് വാട്ട് റെഫേഴ്സ് ടു ദി ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ വിച്ച് മെസ്സേജസ് ട്രാൻസ്മിറ്റഡ് വെർബലി? നമ്മൾ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്, അതായത് എഴുതിക്കൊണ്ടോ വായുകൊണ്ട് പറഞ്ഞിട്ടോ നടത്തുന്ന കമ്മ്യൂണിക്കേഷനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ആൻസർ കീയിൽ ഓപ്ഷൻ ബി നോൺ വെർബൽ ആണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നോൺ വെർബൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേർഡ്സ് ഉപയോഗിക്കാതെ ബോഡി ലാംഗ്വേജ്, നമ്മൾ ആക്ഷൻസ് ഒക്കെ കാണിക്കില്ലേ, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നോൺ വെർബൽ. പക്ഷേ ക്വസ്റ്റ്യനിൽ നമ്മൾ വെർബലി ട്രാൻസ്ഫർ
ചെയ്യുന്നതിന് എന്താ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ശരിക്കും വരിക ഓപ്ഷൻ എ വെർബൽ എന്ന് തന്നെയാണ്. പക്ഷേ ആൻസർ കീയിൽ ഓപ്ഷൻ ബി ആ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. എപ്പോഴും MCQവിൽ തെറ്റാണെങ്കിൽ അതേപോലെ തന്നെ പഠിക്കാനാണ് ആൾക്കാർ പറയാറുള്ളത്. അപ്പം അതിലൊരു മിസ്റ്റേക്ക് ഉള്ളതായിട്ടൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ അടുത്തത്, വാട്ട് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇൻ വാട്ട് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് റിട്ടൺ സൈൻസ് ഓർ സിമ്പിൾസ്, നമ്മൾ എഴുതിയിട്ടുള്ളത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ്. ദെൻ വാട്ട് കമ്മ്യൂണിക്കേഷൻ അതർ ദാൻ ഓറൽ റിട്ടൺ സച്ച് ആസ് ജസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ്, പോസ്റ്റേഴ്സ്, ടോൺ ഓർ ഫേഷ്യൽ എക്സ്പ്രഷൻ. കണ്ടോ, ഇതാണ് നോൺ വെർബൽ. ഇങ്ങനെ ജസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ്, ആക്ഷൻസ് ഒക്കെ ആയിട്ടുള്ളത് ഈ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ നോൺ വെർബൽ എന്ന് പറയുക. ഇൻ വാട്ട് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആർ സർട്ടൻ റൂൾസ്, കൺവെൻഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, ഏതൊരു ടൈപ്പ് ഓഫ് കോൺവെർസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലാണ് കുറച്ച് റൂൾസ്, റെഗുലേഷൻസ്, പ്രിൻസിപ്പിളൊക്കെ പറഞ്ഞിട്ടുള്ളത്? ഫോർമൽ കമ്മ്യൂണിക്കേഷനിലാണ്. What type of communication is established for societal affiliations and face-to-face discussions? Face-to-face discussionലൊക്കെ ഏറ്റവും കൂടുതൽ നല്ലത് ഇൻഫോർമൽ ആയിട്ടാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ഇൻ എനി കമ്മ്യൂണിക്കേഷൻ മോഡൽ വാട്ട് ഈസ് ഇൻ്റർഫറൻസ് വിത്ത് ദ ഡീകോഡിംഗ് ഓഫ് മെസ്സേജ് സെൻഡ് ഓവർ എ ചാനൽ ബൈ എൻ എൻകോഡർ കോൾഡ്? അതായത് നമ്മൾ ഏതൊരു കമ്മ്യൂണിക്കേഷനിലായാലും മെസ്സേജ് ഡീകോഡ് ചെയ്തിട്ടാണ് ചാനൽ വഴി എൻകോഡർക്ക് അത് അയക്കുന്നത്. അപ്പം അതിനെ പറയുന്ന പേര് നോയ്സ് എന്നാണ്. ആ ഒരു ഇൻ്റർഫറൻസിനെ പറയുന്ന പേര് നോയ്സ് എന്നാണ് കേട്ടോ. അടുത്തത്, വാട്ട് ഈസ് ദ സെലക്റ്റീവ് ആക്ടിവിറ്റി വിച്ച് ഇൻവോൾവ്സ് ദ റിസെപ്ഷൻ ആൻഡ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഓറൽ സ്റ്റിമുലി കോൾഡ്? ഇതിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു മെസ്സേജ് ഒരാൾ വായുകൊണ്ട് പറയുമ്പോൾ നമ്മളത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. അത് ലിസണിങ് ആണ് അല്ലേ. നമ്മൾ കേട്ടും അത് മനസ്സിലാക്കുന്നതിന് ലിസണിങ് എന്നാണ് പറയുക. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് സ്പീക്കിംഗ് ടു ഗ്രൂപ്പ് പീപ്പിൾ ഇൻ എ സ്ട്രക്ചർഡ് ഡെലിബറേറ്റ് മാനർ? അതായത് ഒരു കൂട്ടം ആളുകൾ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതിന് പറയുന്ന പേര് പബ്ലിക് സ്പീക്കിംഗ് എന്നാണ്. വാട്ട് ഈസ് ദ സിസ്റ്റമാറ്റിക് പ്രോസസ് ബൈ വിച്ച് വൺ സെലക്ട്സ് ദ കരിയർ ഗോൾ ആൻഡ് ദ പാത്ത്? അതായത് നമ്മളൊരു ഗോളൊക്കെ സെറ്റ് ചെയ്ത്, പാത്തൊക്കെ സെറ്റ് ചെയ്ത് അതിലൂടെ നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെ കരിയർ പ്ലാനിങ് എന്നാണ് പറയുന്നത്. വാട്ട് റെഫേഴ്സ് ടു ആൻ ഒക്യുപ്പേഷൻ ഓർ എ പ്രൊഫഷൻ ദാറ്റ് യൂഷ്വലി ഇൻവോൾവ് സ്പെഷ്യൽ ട്രെയിനിങ് ഓഫ് ഫോർമൽ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുത്ത് നമ്മൾ അവരുടെ ലൈഫ് വർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെ പറയുന്ന പേര് കരിയർ എന്നാണ്. Then what represent the entire sequence of activities and events related to an individual career? ആ ഒരു ഇൻഡിവിജ്വൽ കരിയറിൻ്റെ എല്ലാ കാര്യങ്ങളും, ഡെവലപ്പിംഗ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസിനെ പറയുന്ന പേരാണ് കരിയർ ഡെവലപ്മെൻറ്റ്. വാട്ട് ഈസ് എ ഫോർമൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ജോബ് അപ്ലിക്കൻസ് എഡ്യൂക്കേഷൻ സ്കിൽസ് ആൻഡ് വർക്ക് എക്സ്പീരിയൻസ് കോൾഡ്? നമ്മുടെ വർക്ക് എക്സ്പീരിയൻസും സ്കിൽസും എഡ്യൂക്കേഷനും ഒക്കെ എഴുതി വെച്ചിട്ടുള്ള ഡോക്യുമെൻറ്റിനെ പറയുന്ന പേരെന്താ? റെസ്യൂമേ, CV എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെ പറയുന്ന മറ്റൊരു പേരാണ് റെസ്യൂമേ. വാട്ട് ഈസ് എ ബ്രീഫ് റിട്ടൺ സമ്മറി ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് എഡ്യൂക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ്? അതും റെസ്യൂമേ തന്നെയാണ്. ദെൻ അടുത്ത ചോദ്യം, വാട്ട് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് അവർ ബേസിക് സെൻസ് ഓഫ് സെൽഫ് വർത്ത് ദാറ്റ് കംസ് ഫ്രം ഓൾ ദ തോട്ട്സ്? നമ്മുടെ എല്ലാ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആൻഡ് എക്സ്പീരിയൻസിൽ നിന്നും വരുന്ന ആ സെൻസിനെ പറയുന്ന പേരാണ് സെൽഫ് എസ്റ്റീം എന്നുള്ളത്. Then what is having a clear perception of your personality including strength, weakness, thoughts, beliefs, motivation? നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ക്ലിയർ ആയിട്ടുള്ള പെർസെപ്ഷൻ, എൻ്റെ തോട്ട്സ് ഇങ്ങനെയാണ്, ഫീലിങ്സ് ഇങ്ങനെയാണെന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഇതിനെ പറയുന്ന പേര് സെൽഫ് അവെയർനെസ് എന്നാണ്. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ടു പെർസീവ് ദ സെൽഫ് ഇൻ റിലേറ്റീവ്ലി ഒബ്ജക്റ്റീവ് ടേംസ് വിഷ് ലിസ്റ്റ് മെയിൻറ്റെയിനിങ് എ സെൻസ് ഓഫ് സബ്ജക്റ്റിവിറ്റി കോൾഡ് സെൽഫ് അവെയർനെസ്? അതായത് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു ഒബ്ജക്റ്റീവ്സ്, എല്ലാ കാര്യങ്ങളും അറിയുന്നതിനെയാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ എബിലിറ്റി ടു കൺട്രോൾ ഇമ്പൾസ് ആൻഡ് റിയാക്ഷൻസ്? നിങ്ങളുടെ ഉള്ളിൽ വരുന്ന പലതരം ഇമോഷൻസ്, റിയാക്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനെ പറയുന്ന പേര് സെൽഫ് കൺട്രോൾ എന്നുള്ളതാണ്. ദെൻ വാട്ട് ഈസ് ദ എബിലിറ്റി ടു പെർസീവ്, കൺട്രോൾ ആൻഡ് ഇവാലുവേറ്റ് ഇമോഷൻസ്? ഇമോഷൻസ് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. ദെൻ who is the author of the book ഇമോഷണൽ ഇൻ്റലിജൻസ് പബ്ലിഷ്ഡ് ഇൻ 1995? 1995 പബ്ലിഷ് ചെയ്ത ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന ബുക്കിൻ്റെ ഓതറാണ് ഡാനിയൽ ഗോൾമാൻ. അടുത്തത്, വാട്ട് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ദ ഫീലിംഗ്സ് ഓഫ് അതേഴ്സ് വിച്ച് എനേബിൾസ് അസ് ടു റെസ്പോണ്ട് അപ്രോപ്രിയേറ്റ്ലി ടു ചേഞ്ച് ഇൻ ദ ഇമോഷണൽ ക്ലൈമറ്റ് ഓഫ് അതേഴ്സ് കോൾഡ്? അതായത് നമുക്ക് എംപതി ഉണ്ട്, സിമ്പതി ഉണ്ട്. സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഒരു വിഷമം കേട്ട് നമ്മൾ അയ്യോ സാരില്ല കേട്ടാ എന്നൊക്കെ പറയുന്നതാണ് സിമ്പതി എന്ന് പറയുന്നത്.
എംപതി എന്ന് പറയുന്നത് നമ്മൾ ആളുടെ വിഷമം നമ്മുടെ വിഷമം കൂടി ആക്കി കൺസിഡർ ചെയ്ത് അവരുടെ വിഷമത്തിനെ മാറ്റാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് അത് എംപതി ആവുന്നത്. അപ്പം നമ്മൾ സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരാളല്ല ആവേണ്ടത്. ഒരാളുടെ വിഷമം കേട്ട് പോട്ടെ സാരില്ല എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. പക്ഷെ ഒരാളുടെ വിഷമം നമ്മുടെ വിഷമമാക്കി കണ്ട് അതിനെ സോൾവ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്ത് അവരുടെ വിഷമം മാറ്റാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് എംപതി. സോ ആ ഒരു എംപത്തറ്റിക് ആവാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ എക്സ്ക്ലൂസീവ് ഹ്യൂമൻ കപ്പാസിറ്റി ടു എഫക്റ്റീവ്ലി നാവിഗേറ്റ് ആൻഡ് നെഗോഷിയേറ്റ് കോംപ്ലക്സ് സോഷ്യൽ റിലേഷൻഷിപ്പ്? അതായത് നമ്മൾ കോംപ്ലക്സ് ആയിട്ട് റിലേഷൻഷിപ്പിലേക്കൊക്കെ കടന്നു ചെന്ന് അവിടെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ എന്താ പറയുക അതിൽ ഇടപെട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു സോഷ്യലി നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ളതിനെ പറയുന്ന പേരാണ് സോഷ്യൽ ഇൻ്റലിജൻസ്. വാട്ട് ഈസ് ദ മെൻ്റൽ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ മോട്ടീവ്സ്, ഇമോഷൻസ് ആൻഡ് ഇൻറ്റൻഷൻസ് ആൻഡ് ആക്ഷൻസ് ഓഫ് അതർ പീപ്പിൾ? മറ്റുള്ളവരുടെയും കൂടി പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ഇമോഷൻസ് മനസ്സിലാക്കുകയും മോട്ടീവ്സ് മനസ്സിലാക്കുകയും ചെയ്യുന്നതിനെ പറയുന്ന പേര് സോഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതാണ്. ദെൻ ഈ ഒരു സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടേം കണ്ടുപിടിച്ച ആളാണ് തോൺഡൈക്ക് എന്ന് പറയുന്ന ആൾ. Then what is any action or situations that place special physical or psychological demands upon a person called stress? അതായത് ഒരു എന്താ പറയുക, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കുകയാണ്, സംതിങ് ഹാപ്പൻസ് ഇൻ ലൈഫ്, എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്കോ നമ്മുടെ മൈൻഡിനോ ഒരു പ്രഷർ അനുഭവപ്പെടും. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക ടെൻഷൻ, നമ്മൾ വെറി ആകുന്നു എന്നൊക്കെ പറയാം. പക്ഷേ ഇതിന് ആക്ച്വലി എന്താ വിളിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഇസ് സ്ട്രെസ്. Then what is the state of mental or emotional strain or suspense? Suffering from fatigue and emotional tension. അതിനെയും പറയുന്ന പേര് സ്ട്രെയിൻ തന്നെയാണ്. Then in conflict resolution, what is the willingness to meet the needs of others at the expense of the person's own need is called accommodative strategy. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അഡ്ജസ്റ്റിംഗ് യുവർ സെൽഫ് ടു പ്ലീസ് അതേഴ്സ് എന്ന് പറയും. നിങ്ങളുടെ തന്നെ നീഡ്സും കാര്യങ്ങളൊക്കെ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് അവരെ സന്തോഷിപ്പിക്കാനും അവരെ വിഷമിപ്പിക്കാതിരിക്കാനും നമ്മൾ നോക്കില്ലേ, അതിനെയാണ് അക്കോമഡേറ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ദെൻ 39ാമത്തെ ചോദ്യം, ഇൻ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ വാട്ട് ഈസ് ദ സ്ട്രാറ്റജി ഓഫ് ഓപ്പറേറ്റ് ഫ്രം എ position of power drawn from things like a position, rank, expertise and persuasive ability called a competitive strategy? ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇപ്പം ഞാൻ പറയില്ല എനിക്ക് ആ ഒരു ആർഗ്യുമെൻ്റ് വിജയിക്കണം, ആൾ തോറ്റാലും തോൽക്കണം, ആൾ തോറ്റാലും എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ജയിച്ചാൽ മതി. ആ ഒരു മെൻറ്റാലിറ്റി, അതിനെ പറയുന്ന പേര് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി എന്നാണ്. ദെൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. വാട്ട് ഈസ് ദ സ്റ്റൈൽ ഓഫ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ടു ഇവേറ്റ് ദ കോൺഫ്ലിക്റ്റ് എൻറ്റയർലി ബൈ ഡെലിഗേറ്റിംഗ് controversial decisions, accepting the default decisions and not wanting to hurt anyone's feeling called the avoiding strategy? അതായത് നമുക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് അതിൽ ഇൻവോൾവ് ആവാതെ നമ്മളൊരു ഡിസ്കഷനിൽ ഏർപ്പെടുന്നില്ല. അതായത് അവരോട് പറയണം എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തു, എനിക്കിതിൽ ഇടപെടാൻ താല്പര്യമില്ല, എന്തെങ്കിലും ഡിസിഷൻ എടുത്തു, ഞാനതിൽ ഓക്കെയാണ്, അങ്ങനെ പറയുന്നതാണ് അവോയ്ഡിങ് സ്ട്രാറ്റജി. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ചെയ്തിട്ടുണ്ട് ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ. നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസും ലൈഫ് സ്കില്ലിൻ്റെ കാണണം. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.